നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാൻ. വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൈദയും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. കുഴച്ച് വെക്കേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം നല്ല ടേസ്റ്റുള്ള ബട്ടർ നാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ റെഡ് കളറിൽ ആയിരിക്കും. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്തായുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അപ്പോൾ ബട്ടർ നാൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മൈദ 3 കപ്പ്, ഇത് ഗോതമ്പ് പൊടിയാണ് 1 കപ്പ്, ആട്ട പൊടി മതി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ 1-2 ടേബിൾ സ്പൂൺ, അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് തേച്ച് കൊടുക്കാനാണ്. ഈസ്റ്റ് 1.5 ടീസ്പൂൺ, പഞ്ചസാര 5 ടീസ്പൂൺ, ഇത് കസൂരി മേത്തിയാണ്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് വേണം. ഇത്രയാണ് ബട്ടർ നാൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ഈസ്റ്റിനകത്തോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ച പഞ്ചസാരേൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പം വലിയ തരിയുള്ള ഈസ്റ്റാണ്, അതുകൊണ്ട് കുറച്ച് അലിയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് അലിഞ്ഞോളും. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലേ നമുക്ക് ഈസ്റ്റ് നല്ലതാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ നല്ല ഈസ്റ്റ് ആണെന്ന്. ഈസ്റ്റ് കുറേ പഴയ ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് ഡിസ്റ്റോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. കണ്ടത് കണ്ടോ, പൊങ്ങിയത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നല്ല ഈസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൊങ്ങിയത്. ഇനി നമുക്ക് നാനിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദക്കകത്തോട്ട് ഗോതമ്പ് പൊടി ഇടുകയാണ്. സാധാരണ നാൻ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ എന്തിനാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. നമ്മുടെ നാൻ ഉണ്ടാക്കുന്ന സമയത്ത് നാനിന് കുറച്ചൊരു സോഫ്റ്റ്നെസ് കിട്ടും. കാരണം ആ ഒരു മൈദയുടെ ഒരു വലിച്ചിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും. അങ്ങനെ ഇതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പൊങ്ങിയ ഈസ്റ്റാണ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം എടുത്തു വെച്ച പഞ്ചസാരയുടെ ബാക്കിയാണ്, അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കട്ടിയാവരുത്. നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്നും കട്ടിയാക്കരുത്. കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം. കണ്ടോ, ഇതുപോലെ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാൻ കിട്ടുക. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരിക. ഇപ്പം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ നാനിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ ഒന്ന് താഴ്ന്നു പോയിക്കോളും. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത് നമുക്ക് മീഡിയം സൈസ് വലുപ്പത്തിൽ ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കണം. കയ്യിലൊന്ന് പൊടിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം.
പൊടിയിൽ മുക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് കസൂരി മെത്തി ഇട്ടിട്ടുണ്ട്. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ച് നമുക്കിത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിനി ഗാർലിക് നാനാണ് വേണ്ടതെങ്കിൽ ഈ കസൂരി മെത്തിയുടെ കൂടെ തന്നെ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് വെതറിയിട്ട് ഒന്ന് പരത്തുമ്പോഴത്തേക്കും ഗാർലിക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരുന്നോളും. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ ഇത്? ഇതപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. സാധാരണ 2 എണ്ണം ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഒരെണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ പരത്തുകയും ചൂടും ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇപ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ നടു ഇങ്ങനെ പൊങ്ങി വരുമ്പം സൈഡ് കൂടെ ഒന്ന് തവയിൽ തട്ടിക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ എപ്പോഴും തവയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് തന്തൂർ അടുപ്പിൽ ഒട്ടിച്ച് വെച്ചിട്ട് മറ്റേ സൈഡ് കനലിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. എന്നാൽ അതുപോലെ നിങ്ങൾ ഈ കനലിന് പകരം ഗ്യാസ് ഫ്ലെയിമിൽ ഒരിക്കലും വേവിക്കരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഒരിക്കലും ഒരു ആഹാര സാധനവും ഡയറക്റ്റ് ഗ്യാസ് ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. അതിപ്പം ഹെൽത്തി അല്ല എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ അത് ഹാംഫുൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇതായപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഞാൻ സാധാരണ കുറച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാറേ ഉള്ളൂ. ഞാൻ മുമ്പിട്ട ബട്ടർ ചിക്കൻ ഇല്ലേ, അതിൻ്റെ കൂടെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തണുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും. ഈ മൈദയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തണുത്താലും മൈദ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പോലെ കട്ടിയാവില്ല. പിന്നെ മൈദയുടെയും ഗോതമ്പ് പൊടിയുടെയും ആ പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഗോതമ്പ് പൊടി കൂട്ടിയിട്ടിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ടേസ്റ്റ് അതിന് കിട്ടില്ല. ഇനി ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും ബേക്കിംഗ് പൗഡറും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഈ ഒരു സോഫ്റ്റ്നെസ് അതിന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഓരോ നാൻ ഉണ്ടാക്കി കഴിയുമ്പോഴും ഈ തവയൊന്ന് തുടച്ചു കൊടുക്കണം. ആ കസൂരി മെത്തിയുടെ ആ പൊടിയൊക്കെ കാണും, അപ്പോൾ അത് കരിഞ്ഞു പിടിച്ച് അടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ പിടിക്കും. ഇതിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ നാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് മുറിക്കാനായിട്ടും. ഇത് തണുത്തു കഴിഞ്ഞാലും ഇതേ സോഫ്റ്റ്നെസ് ഉണ്ടാകും. ഇതുണ്ടോ, ഇത്ര സോഫ്റ്റാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ലെയറായിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് അപ്പം നമ്മുടെ ബട്ടർ നാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് പല സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 8-9 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ബട്ടർ ചിക്കനാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബട്ടർ നാൻ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. ഞാൻ കോയ ഇപ്പൊ 2 കോയേ. എന്താണ് ഇത്? എന്റെ ഗുരുവായൂരം ഉപ്പുപ്പ, ഗുരുവായൂരപ്പുപ്പ. ഗുരുവായൂരപ്പനല്ല, ഉപ്പുപ്പ. ചാവക്കാട് അടുത്ത് ഗുരുവായൂർ, അവിടെ എനിക്കൊരു ഉപ്പുപ്പ ഉണ്ട്. ഉപ്പുപ്പ